ബ്രൂണറ്റ് ഉടൻ തന്നെ അവിടെയുള്ള ടേബിളിൽ കയറി നിന്ന് ലൈറ്റർ കത്തിച്ച് സെൻസേഴ്സിന് നേരെ കാണിക്കുന്നു. എന്നാൽ നീളമില്ലാത്തതിനാൽ ബ്രൂണറ്റിന് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിന്ന വൈറ്റ് താനിപ്പോൾ ചൈനീസ് പെണ്ണിന്റെ പേപ്പർ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് പേപ്പർ എടുക്കാനായി പോകുന്നു. പക്ഷേ വൈറ്റ് ചൈനീസ് പെൺകുട്ടിയുടെ പേപ്പറിന് പകരം ബ്രൂണറ്റിന്റെ പേപ്പർ തന്നെയാണ് കത്തിക്കാനായി ബ്രൂണറ്റിന് കൈമാറുന്നത്. ബ്രൂണറ്റ് അത് ശ്രദ്ധിക്കാതെ പേപ്പർ കത്തിച്ച് സെൻസറിലേക്ക് പിടിക്കുന്നു. ഉടൻ തന്നെ ഫയർ എമർജൻസി ആക്ടിവേറ്റ് ആയി മുറി മുഴുവൻ ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നു. പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം നനഞ്ഞ് നശിച്ചു പോകുന്നില്ല. ബ്ലാക്ക് ആ പേപ്പർ ലിക്വിഡിൽ പിടിക്കുന്നു. എന്നാൽ യാതൊന്നും തെളിഞ്ഞു വരുന്നില്ല. സ്പ്രേ ആയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ വെള്ളമാണെന്ന് ബ്ലാക്കിന് മനസ്സിലായി. അങ്ങനെ ആ പ്ലാനും പരാജയപ്പെട്ടു എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. ശേഷം ബ്രൂണറ്റ് തിരികെ ഇരിപ്പിടത്തിലേക്ക് വന്നപ്പോൾ ബ്രൂണറ്റിന്റെ പേപ്പർ അവിടെ കാണുന്നില്ല. തന്റെ പേപ്പർ എവിടെയെന്ന് ചോദിക്കുന്ന സമയം തന്നെ സെക്യൂരിറ്റി വന്ന് ബ്രൂണറ്റിനെ എക്സാം ഹാളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ബ്ലാക്കിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഐ ഷുഡ് പഞ്ച് യുവർ ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വൈറ്റിന്റെ അടുത്തേക്ക് ബ്ലാക്ക് വന്നതും എക്സാം ഹാളിലെ ലൈറ്റ് എല്ലാം ഓഫ് ആവുകയാണ്. ബ്ലാക്ക് ദേഷ്യം പ്രകടിപ്പിച്ചതാണെങ്കിലും ലൈറ്റ്സ് ഔട്ട് എന്ന വാക്കുള്ളത് കൊണ്ടാണ് എക്സാം ഹാളിലെ ലൈറ്റ് എല്ലാം ഓഫായത്. അതെ, ആ മുറിയിലെ ലൈറ്റ്സ് എല്ലാം വോയിസ് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞതും പഴയ പോലെ നോർമലായി ലൈറ്റ് കത്തുന്നു. ഇതേ സമയം മുമ്പിൽ ഡെഫ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വൈറ്റിന് ഡെഫിനെ ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ തന്നെ വളരെയധികം നിർബന്ധിച്ച് ഡെഫിന്റെ പേപ്പർ അവനെ കൊണ്ട് തന്നെ കീറിക്കുന്നു. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഡെഫ് കരഞ്ഞുകൊണ്ട് ആ പേപ്പർ കീറുന്നു. പേപ്പർ നശിപ്പിച്ചത് ക്യാമറയിലൂടെ കണ്ട മേധാവി സെക്യൂരിറ്റിയോട് ഡെഫിനെ പുറത്താക്കാനായി ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റി ഡെഫിനെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കി കഥ കടയ്ക്കുന്നു. ഇത് കണ്ടു നിന്ന ബ്ലാക്ക് വൈറ്റ് ഒരു ചതിയനാണെന്നും ഇനി നിന്നെ ഇവിടെ ആരും സഹായിക്കില്ലെന്നും പറയുന്നു. എന്നാൽ തന്നെ ഇനി ആരും സഹായിക്കേണ്ടതില്ലെന്നും തനിക്ക് ചോദ്യം കിട്ടിയെന്നും വൈറ്റ് മറുപടിയായി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ചോദ്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ വൈറ്റ് ചോദ്യം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവസാനം സഹികെട്ട് ബ്ലാക്ക് ദേഷ്യത്തിൽ വൈറ്റിന്റെ മൂത്തിനിട്ടിടിക്കുന്നു. ഇടി കൊണ്ടതും വൈറ്റ് ബോധരഹിതനാകുന്നു. ബോധം കെട്ടിക്കിടക്കുന്ന വൈറ്റിനെ ഒരു കസേരയിലിരുത്തി ബെൽറ്റും ടൈയും ഉപയോഗിച്ച് എല്ലാവരും കൂടെ ചെയറിൽ കെട്ടിയിടുന്നു. വൈറ്റിന് തങ്ങളുടെ കൂടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കിയ എല്ലാവരും വൈറ്റിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നു. വൈറ്റിന്റെ പേപ്പർ അയാളെ കൊണ്ട് തന്നെ നശിപ്പിക്കാനായി അവർ തീരുമാനിക്കുന്നു. അതിനായി വൈറ്റിനോട് പെൻസിൽ കൊണ്ട് പേപ്പറിൽ വരയ്ക്കാൻ ബ്ലാക്ക് ആവശ്യപ്പെടുന്നു. എന്നാൽ ബോധമില്ലാതെ കിടക്കുന്ന വൈറ്റിന് അത് സാധിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം വൈറ്റിന് ബോധം തിരിച്ചു വരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു.